Mr. Sandman, bring me a dream. Make her the cutest that I've ever seen. Give her two lips like roses and clover, and tell her that her lonely nights are over. Sandman, I'm so alone, don't have nobody to call my own. Please turn on your magic beam, Mr. Sandman, bring me a dream. Well, you looked me in the eyes and you said it, and your face can say it all, so I know you meant it. And if I lose my way, will I know where to find you? Will I know where to find you? ആശ്വാസദായകനേ തന്മാരം നാദാ നിൻ ജീവനേ നിത്യസഹായകനേ അകതാരിലുണർവിന്റെ പനിനീര് തൂകി അവിരാമമൊഴുകി വരൂ വനദാനവാരിധി ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ തന്നാലും നാദാ നിൻ ജീവനേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഇന്ന് ഈ ദിവസത്തിലെ സന്തോഷ മുഹൂർത്തത്തിൽ നമ്മൾ പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ മകൻ വിവാഹിതനായിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശിഷും ഈ മകൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ തിരഞ്ഞെടുപ്പായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് ഈ മകൻ വിവാഹിതനായിട്ട് മുന്നോട്ടുള്ള ദാമ്പത്തിക ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുന്നതിന് വേണ്ടിയും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം. അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്ത ബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. In the dark of the night, follow the light, come back home. In the dark of the night, follow the light, come back home. Follow the light, follow the light. I saw you standing there with an open heart and with open arms. You welcomed me. I heard you speak my name. Thunder and lightning pierced through the shadows as you welcomed me. I'm breathing back at once, let it through. Caught by your little eyes, let them fool. But I don't know where he went. My dear, don't unfold me. I call it all pretend. അതെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഏറ്റവും പ്രതികരമായി ബലിയർപ്പിച്ച് ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ കുർബാനയിലൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒത്തിരി സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെല്ലാവരെയും നിത്യസഹായ മാതാ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇടവക കുടുംബത്തോടും ഒരുമിച്ചായിരുന്ന് ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൈകൾ കൂപ്പി ഏറ്റവും ഭക്തിയാദരങ്ങളോടുകൂടെ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട് പവിത്രമായ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹസ്വരൂപനായ കർത്താവ് സ്വർഗം തുറന്ന് നിങ്ങളെ സഹായിക്കട്ടെ. സിയോനിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ തമ്പുരാൻ സാധിച്ചു തരികയും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും സഫലമാക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള മക്കളെ, ഇന്ന് തമ്പുരാൻ്റെ മുന്നിലും പരിശുദ്ധമായ അൾത്താരുടെയും ദൈവജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും മുന്നിൽ വെച്ച് കൈകൾ പരസ്പരം ചേർത്ത് വെച്ച് ഈ നിമിഷം മുതൽ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പവിത്രമായ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന
ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയ മകൻ സിബിൻ, പ്രിയമകൾ ഷത്തീന. സങ്കീർത്തനം 19 പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഈ കുർബാനയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുക. അവിടെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: കർത്താവ് സ്വർഗം തുറന്ന പ്രിയമക്കളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ തമ്പുരാൻ സാധിച്ചു തരട്ടെ. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെ സഫലമാക്കട്ടെ. കുടുംബം കുർബാനയായി തീരാനായിട്ട് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണിത്. ഈശോ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരു നിമിഷം കടന്നു വന്ന് നിങ്ങളെ ചേർത്ത് വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇനി മുതൽ, ഈ നിമിഷം മുതൽ കുർബാനയാകുന്ന വലിയൊരു അർപ്പണത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ക്ഷണിക്കുകയും ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ മക്കളെയോ കൊണ്ട് പ്രിയമുള്ളവരെ, പവിത്രമായ കുർബാനയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സഹോദരരെ, ഈ ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ അവിടുന്ന് നിത്യമായ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനു മഹത്വം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, മനുഷ്യവംശത്തെ സൃഷ്ടിച്ചുകൊണ്ട് പുരുഷനും സ്ത്രീയും ഒന്നായി തീരുമാനങ്ങ് തിരുവുള്ളമായല്ലോ. കർത്താവ് വിവാഹ ഉടമ്പടിയിലേക്ക് പറയേണ്ട അങ്ങയുടെ മക്കളെ അങ്ങയുടെ സ്നേഹബന്ധത്താൽ അങ്ങൊന്നാക്കി തീർക്കേണമേ. അങ്ങനെ സ്നേഹത്തിൽ ഫലമണിയുവാനുള്ള അനുഗ്രഹം അങ്ങ് ചൊരിഞ്ഞ് സ്നേഹത്തിന്റെ തന്നെ സാക്ഷികളായി തീരാൻ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ അങ്ങ് കേട്ടരുളേണമേ. അവന്റെ വചനം ഇപ്പോൾ കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്തു,
മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുന്നുവെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെയും കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്ത ശേഷം അവിടുന്ന് മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ ഇത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അക്കാലത്ത് ഫരിസേയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷയോട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന വൈദികരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ വിശിഷ്ട വ്യക്തികളായിരിക്കുന്ന സിബിൻ, ഷർട്ടീന, ഒരുപാട് നാളത്തെ ആലോചനകൾക്കും വിചിന്തനത്തിനും ശേഷം നിങ്ങൾ സ്വപ്നം കണ്ട ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. കാര്യത്തിൽ നിങ്ങളെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയും സ്നേഹാശംസകൾ നേരുകയും ചെയ്യുകയാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കുക ന്യൂജൻ കുട്ടികളായിട്ടാണ്. അങ്ങനെയല്ലേ? ഈ കാലത്തിൻ്റെ ട്രെൻഡുകൾ അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് വേറെ പല സാധ്യതകളുണ്ടായിരുന്നു.
ലിവിങ് ടുഗദർ ആകാമായിരുന്നു, കൊങ്കുബിനേജ് ആകാമായിരുന്നു. അങ്ങനെ സഭയുടെ പുറത്തു നിന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കുട്ടികൾ പല രീതിയിൽ അവരുടെ ജീവിതങ്ങളെ ജീവിത സ്റ്റൈലുകൾ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾ വിധേയപ്പെടാതെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവരുടെ സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യെസ് പറയാൻ തയ്യാറായി നിങ്ങളെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവമാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത്. അതിന് നിങ്ങൾ തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. സിബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പം മുതലേ കാണുമ്പോൾ സിബിൻ മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് വിധേയപ്പെട്ട് അവരെ സഹായിച്ചുകൊണ്ടൊക്കെ സന്തോഷത്തിൽ വീട്ടിലാണേലും പുറത്താണേലും ആയിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നന്നായി പഠിക്കും, നന്നായി എല്ലാം ചെയ്യും, നന്നായി പ്രാർത്ഥിക്കും, മറ്റുള്ളവരെ സഹായിക്കും. ഇങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ സിബിനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. ഒരുപാട് നല്ല ഗുണങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ സിബിൻ്റെ ജീവിതത്തിലുണ്ട്. ഷർട്ടിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. എൻഗേജ്മെൻറ്റ് ദിവസത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച അവിടെ എൻ്റെ കൂടെ 2 വൈദികരുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷർട്ടിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അത് വലിയ ഉൾക്കാഴ്ച നൽകി. നന്നായി പഠിക്കും, ദേവാലയത്തിലും നല്ല പാട്ടുകാരിയാണ്. ഒരുപാട് നല്ല വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് ശ്രവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ 2 പേരും നല്ല മാച്ചാണ്, നല്ല ഇണകളാണ്. ദൈവം നിങ്ങളെ കണ്ടറിഞ്ഞ് യോജിപ്പിച്ചതാണ്. ഒരുപക്ഷെ സിബിനുള്ള ഗുണവിശേഷങ്ങളായിരിക്കില്ല ഷർട്ടിനേക്കുള്ളത്, ഷർട്ടിനയുടെ നന്മകൾ ആയിരിക്കില്ല സിബിനുള്ളത്. 2 പേർക്കും വ്യത്യസ്തമായ ടാലൻറ്റുകളാണ് ദൈവം തന്നിരിക്കുക. അതിന് കാരണം ഈ 2 പേരുടെയും കഴിവുകളെ, ഇപ്പോൾ ഷർട്ടിനേക്ക് പല കുറവുകളുണ്ടാവും, അതിനെ സന്തുലിതയിലേക്ക് കൊണ്ടുവരാൻ സിബിൻ്റെ കഴിവുകൾ ഉപയോഗിക്കും. സിബിന് കുറവുകളുണ്ടാവും, അതിനെ നികത്താൻ ഷർട്ടിനെയും ഉപയോഗപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേർക്ക് വ്യത്യസ്തമായ ടാലൻസ്, കഴിവുകൾ, നന്മകൾ, അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുക. ഹണി നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? തേൻ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് തേൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ തേൻ ഒരു കുപ്പിയിൽ നിറച്ചിട്ട് നമ്മൾ കിട്ടിയ അപ്പാടെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ തേൻ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ പ്രണയ വിചാരം അല്ലെ പ്രണയത്തിൻ്റെ വികാരമുണ്ട്. ഇത് 1-2 ദിവസം കൊണ്ട് ആ വികാരങ്ങളെ തീർക്കാനുള്ളതല്ല. ജീവിതാവസാനം വഴി ഈ പ്രണയത്തിലായിരുന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണം. തേൻ ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അവിടെ കൊണ്ട് തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ പ്രണയം ഓരോ ദിവസവും ഉണ്ടായിരിക്കണം. അത് അവസാനം വരെ കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ നിങ്ങൾ പ്രണയിക്കും തോറും നിങ്ങൾ കൂടുതൽ അതിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കൂടുതലും യുവത്വമുള്ളവരായി തീരാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ പ്രണയം നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പ്രണയിക്കുക. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര കൂടുതൽ യൗവനത്തിലേക്ക് വളർന്നുകൊണ്ട്
ഊർജ്ജസ്വലതയോടെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണം, മറ്റുള്ളവർക്ക് അസൂയ വരുന്ന പോലെയാകണം. അങ്ങനെ മനോഹരമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദാമ്പത്യ ജീവിതം തുടരുവാനും നല്ല മാതാപിതാക്കളാക്കി മാറാനും മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന നല്ല ഗ്രാൻഡ് പേരൻസായി തീരാനും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വിവാഹ ആശീർവാദ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ കുർബാനയ മധ്യേ നമ്മുടെ പ്രിയ മക്കള് പരസ്പരം ഒരിക്കൽ കൂടെ സമ്മതം നൽകുകയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നിമിഷം മുതൽ തമ്പുരാന് പ്രതീകരമായി ജീവിതം നയിക്കാമെന്ന് പ്രിയപ്പെട്ട സിബിൻ ഷെറ്റീന ഇന്ന് പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് സ്നേഹം പരിശുദ്ധമായ കുദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കാനായിട്ടാണല്ലോ പ്രിയ മക്കളെ നിങ്ങൾ ഇന്ന് ദേവാലയത്തിലായിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തെ യേശുനാഥൻ കാരുണ്യത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങൾ നവീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഈ പ്രത്യേക കുദാശയിലൂടെ നിങ്ങളെ തെന്നീരാക്കി ശക്തിപ്പെടുത്തുകയുമാണ്. വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവധി നിർവഹിച്ച് ജീവിതാവസാനം വരെ വിശുദ്ധത പാലിക്കാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. പ്രിയപ്പെട്ട സിബിൻ ഷട്ടീന, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും നിങ്ങളുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണോ? അതെ. പ്രിയ മക്കളെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? അതെ. പ്രിയ മക്കളെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെയും സഭയുടെ പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും നിങ്ങൾ തയ്യാറാണോ? അതെ. പ്രിയ മക്കളെ, വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ നിങ്ങളുടെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. കാരുണ്യവാനുമായ കർത്താവേ, ഈ മക്കൾ ഇപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച അനുഗ്രഹാശിസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചതൊരിക്കലും മനുഷ്യൻ വേർപെടുത്താതിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയങ്ങ് കേട്ടരുളേണമേ. കാരുണ്യവാനുമായ ദൈവമേ, ഈ താലി അങ്ങ് കരുണാപൂർവം വിശദീകരിച്ച് ആശീർവദിച്ചാലും ഈ താലി മക്കളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശുദ്ധയുടെയും അടയാളമായി തീരുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയങ്ങ് കേട്ടരുളേണമേ. സർവ
സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ആശീർവദിക്കപ്പെടുന്ന ഈ മോതിരങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം അങ്ങ് വർഷിക്കണമേ. ഈ മോതിരങ്ങൾ ധരിക്കുന്ന ഈ ദമ്പതികൾ പരസ്പരം പരിപൂർണ്ണ വിശുദ്ധത പാലിച്ചുകൊണ്ട് ശാന്തിയിലും സ്നേഹത്തിലും എന്നാൾ അങ്ങയുടെ തിരുവുള്ള നിറവേറ്റി ചെയ്ത് നയിക്കാൻ വരമരുളേണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ അങ്ങ് കേട്ടരുളേണമേ. സർവശക്തനും നിജനുമായ ദൈവമേ, പ്രസാദപുരത്തിൻ്റെ അടയാളമായി മന്ത്രകോടി ദയാപൂർവം അങ്ങ് ആശീർവദിച്ച് വിശദീകരിച്ചാലും ജ്ഞാനസ്നാന അവസരത്തിൽ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അങ്ങ് അനുഗ്രഹം അരുളേണമേ. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ അങ്ങ് കേട്ടരുളേണമേ. ആമേൻ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു കൊള്ളുക. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു കൊള്ളുക. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രിയമുള്ളവരെ, തിരുസഭയും സർവ്വലോകത്തെയും പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിബിനെയും ഷെറ്റീനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുന്നതിന് ആക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ വിശദീകരിച്ച ക്രിസ്തുനാഥ, ഇന്ന് വിവാഹബന്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിമർശനങ്ങളാൽ
അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായി പരിശോധിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ പ്രിയ മക്കളെ അങ്ങ് തൃക്കൺ പാർക്കുകയും ചെയ്യണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം അങ്ങ് ഇവർക്ക് നൽകണമേ. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയങ്ങ് കേട്ടരുളേണമേ. ഈ കുഞ്ഞു ജീവിതം യോഗ്യമല്ലേലും എന്നാഥനേകുന്നു. ഈ ജീവിതം സ്വീകരിക്കണമേ. ഗോതമ്പുമണി പോലും അഴുകിത്തീരാ മെഴുകുതിരി പോലും ഉരുകിത്തീരാ. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. വാഹിതനായ നമ്മുടെ മക്കളെ
ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതിനും ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം വഴി പരിശുദ്ധമായ സ്നേഹബന്ധത്തിൽ ഏകീകരിക്കുന്നതിനും വേണ്ടി നമുക്കിപ്പോൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണ്യവാനുമായ ദൈവമേ, സമസ്തവുമില്ലായ്മയിൽ നിന്ന് അനന്തശക്തിയാൽ സൃഷ്ടിച്ച ആദിയിൽ തന്നെ പ്രപഞ്ചക്രമപ്പെടുത്തിയതിനു ശേഷം സ്വന്തം ഛായയിൽ മനുഷ്യനെ പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ ജീവിതസഖിയായി നൽകുകയും ചെയ്തുവല്ലോ. അങ്ങനെ അവർ മേലിൽ രണ്ടല്ല ഒന്നാണെന്നും ഒന്നായി തീർന്നവരെ ഒരിക്കലും വേർപിരിക്കാൻ പാടില്ലെന്നും അങ്ങ് പഠിപ്പിച്ചുവല്ലോ. പിതാവേ, പറുദീസായിൽ വെച്ച് പുരുഷനെ സ്ത്രീയെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രഥമ സമൂഹത്തിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ധന്യമാക്കിയല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവ പാപത്തിന്റെ ശിക്ഷയാല ജലപ്രളയത്തിന്റെ വിനാശത്താല നഷ്ടപ്പെടാതുള്ളൂ. കർത്താവിയുടെ അനുഗ്രഹത്തിന് സംരക്ഷണം യാചിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ ഒന്നായി തീർന്ന അങ്ങയുടെയും മക്കളെ അങ്ങ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയവുമായി പരസ്പരം എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ വിശുദ്ധരായി നിലകൊള്ളാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാകടാക്ഷം അങ്ങ് ഇവരുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. പിതാവിന്റെ പ്രിയ മകനെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇയാൾ തന്റെ ഭാര്യയെ ജീവിതത്തിൽ തുല്യ പങ്കാളിയെ നിത്യസമ്മാനത്തിന് കൂട്ടവകാശിയുമായി ആദരിക്കുവാനും ക്രിസ്തുനാഥൻ സഭയെ നിരന്തരം സ്നേഹിച്ചതുപോലെ ഇവളെ സ്നേഹിക്കാനും അങ്ങയെ ഇവനെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ പ്രിയ മകളെ അങ്ങ് കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. വിവാഹബന്ധത്തിൽ ഭർത്താവുമായി ഒന്നായി തീർന്ന ഈ വധുവിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിർമ്മലമായ ശാന്തിയും സ്നേഹവും കൊണ്ട് തന്നെയാക്കണമേ. വിശുദ്ധലിഖിതങ്ങൾ പ്രകീർത്തിക്കുന്ന ധന്യരായ സ്ത്രീരത്നങ്ങളെ ഇവൾ അനുകരിക്കുകയും ഭർത്താവിൻ്റെ സ്നേഹത്തിനും വിശ്വാസത്തിനും എപ്പോഴും പാത്രീഭവിക്കാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവമേ, താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളായവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയുടെ കൽപ്പനകൾ നിരന്തരം അനുസരിക്കാൻ ഇവരെ സഹായിക്കണമേ. ഏകയോഗവ്രതക്കാരായ ഇവർ സ്വഭാവ നിർമ്മലത്താൽ മാതൃകാ ദമ്പതികളായി പരിലസിപ്പിക്കട്ടെ. സർവജനസമക്ഷം ക്രിസ്തുവിന് സാക്ഷികളായി തീരാനും അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. സന്താന ലാഭത്താൽ കർത്താവേ, അങ്ങ് ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇവർ പുണ്യസമ്പന്നരായ മാതാപിതാക്കന്മാരായി തീരണമേ. തലമുറ തലമുറകളായുള്ള സന്താന പരമ്പര കാണുവാനുള്ള ഭാഗ്യവും കർത്താവ് അങ്ങ് ഇവർക്ക് നൽകണമേ. ഇവരിരുവരും ദീർഘായുസ്സുക്കളായി ജീവിക്കുവാനും ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗരാജ്യത്തിൽ പുണ്യവാന്മാരുമൊത്ത് നിത്യസൗഭാഗ്യം അനുഭവിക്കാനും നിന്റെ കാരുണ്യം
സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, പവിത്രമായ കുർബാനയുടെ ശക്തിയാലെന്ന് പരിപാലിച്ച ഈ വിവാഹബന്ധത്തെ കാരുണ്യപൂർവ്വം അങ്ങനെ യാത്ര ചെയ്യണമേ. പാവനമായ ബന്ധത്താൽ സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്തിൽ ഏകമനസ്സരാക്കി തീർക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുവൻ. സ്നേഹപിതാവായ ദൈവം പരസ്പര സ്നേഹത്തിൽ നിങ്ങളെ മനസ്സിലാക്കി തീർക്കുകയും അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥമായ സമാധാനവും നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി തീരുകയും അവശരുമാർത്തരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തിയവർ നിങ്ങളെ ദൈവരാജ്യത്തിന്റെ ഭവനത്തിൽ ഉദാരതയോടെ സ്വാഗതമേകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആശീർവദിക്കുമാറാകട്ടെ. പോകുവിൻ, നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തവൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. Each new day, a page unfolds. It's like new air for us to breathe. A whole new world that we can be. And I never want to leave. So just stay here with me. 'Cause you made my heart believe that we could be anything. And I fall through the endless life. This day we laugh and cry, changing our ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with A happy marriage is a long conversation which always seems too short. As we gather to celebrate the union of two loving hearts, let's witness the proud entry of the newlyweds, Mr. and Mrs. Sibit Sebastian, onto the dais. Let's stand up, step up, clap and cheer. Please put your hands together and join me in welcoming the happy couple.
പച്ചക്കിളിക്കൊരുക്കൂട് പച്ചക്കറി വരയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരുക്കൂട് പച്ചക്കറി വരയുള്ള കൂട് കണ്ണാറ് കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്റെ കൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്നാലിന പിന്നെ ജീവിതം തുന്തനാലിന തുടക്കം മാംഗല്യം തന്നാലിന പിന്നെ ജീവിതം തുന്തനാലിന തുടക്കം മാംഗല്യം തന്നാലിന പിന്നെ ജീവിതം Decide this forever, we stay together through hopeless times with all the color, like a treasure. We're hopeless minds. Winter time, I will find more than what's on my mind. സിബിനും മിന്നുവിനും മധുരം വെക്കട്ടെ. And hide far from നമ്മുടെ മണവാളച്ചക്കനും മണവാട്ടി പെണ്ണിനും മധുരം വെക്കട്ടെ. ഒന്നുകൂടെ ചോദിക്കാല്ലേ? നമ്മുടെ മണവാളനും മണവാട്ടിക്കും മധുരം വെക്കട്ടെ. hopeless minds. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. Now when I fall through the endless life, this day we laugh and cry, changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Looking in the stars and take a look down as he smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Walking in the stars and take a look down as he smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Do this forever, we stay together through hopeless times with all the color, more like a treasure. We're hopeless minds. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. I found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young.
together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. നല്ലൊരു സാധനം വന്ന് വെച്ചിട്ടുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ കിളി. കിളി എന്ന് പറഞ്ഞാൽ മഞ്ഞക്ക് കണ്ടാ വിടില്ല. അതാണ് ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ എത്ര സമയം വേണം? ഒരാൾ ജനിക്കാൻ ഇത്ര സമയം മതി. പ്രേമിക്കാൻ പറ്റേ അതിന്റെ പകുതി സമയം മതി. അതല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു കണ്ടിറക്കി കാണിക്കണം. അപ്പൊ ശരിയാണ്. എന്ത്? എനിക്ക് അവളോട് പ്രേമ. ആരോട്?
കൊല്ലാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങൾക്ക് പാടാൻ അറിയോ? അറിയൊന്നു സുഭാഷ് 1 2 3 4 ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ശുശ്രൂഷ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെയും പാവങ്ങളുടെ ഭോജനത്തിലും ശരീരത്തിന്റെ ഉറവിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതമായി ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഓരോ ഉപേക്ഷായ കേട്ടില്ല കന്യകയുടെ ആജ്ഞയായ കന്യകയെ ദയുള്ള മാതാവേ, വിശ്വാസത്തോടെ നിങ്ങളുടെ ആദ്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നു. അവരെ മാതാവേ